السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. قال ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. أعوذ بالله من الشيطان الرجيم. قال رب إني ظلمت نفسي فاغفر لي فغفر له إنه هو الغفور الرحيم. أعوذ بالله من الشيطان الرجيم. فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغوى ثم اجتباه ربه فتاب عليه وهدى. أعوذ بالله من الشيطان الرجيم. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിക്കുകയുണ്ടായി, ഫഅയ്യുൽ മുഅ്മിനീന അഖ്യസു, സത്യവിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിമാനായുള്ളവൻ ആരാകുന്നു എന്ന്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അക്സറുഹും ലിൽ മൗത്തി ദിക്റ വഅഹ്സനുഹും ലിമാ ബഅദു ഇസ്തിദാദ ഉലൈകൽ അഖിയാസ്. അക്സറുഹും ലിൽ മൗത്ത് ദിക്ർ, ധാരാളമായി മരണത്തെ ഓർക്കുക, മരിക്കും, മരണത്തിന് ശേഷം ജീവിതമുണ്ട്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, അത് സത്യമാണ്. ആ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കണം. അതിനായി ഉള്ള ചിന്തകളെ ചേർത്തി പറഞ്ഞു. അഹ്സനുഹും ലിമാ ബഅദു ഇസ്തിദാദ, ഏറ്റവും ബുദ്ധിമാനായ മുഅ്മിനീങ്ങളിൽ ബുദ്ധിമാനായ ഇവൻ ആരാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഉത്തരം, മരണത്തിന് ധാരാളം ഓർക്കുക. ശേഷം പറഞ്ഞു, അക്സറും ലിൽ മൗത്തി ദിക്റ, ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ്, മരണത്തിന് ധാരാളം ഓർക്കുക. വഅഹ്സനുഹും ലിമാ ബഅദു ഇസ്തിദാദ, അതിന് ശേഷമുള്ള പ്രവർത്തനത്തിന് വേണ്ടി നന്നായി പരിശ്രമിക്കുക. മരണത്തിന് ശേഷം ജീവിതമുണ്ട്. ആ ജീവിത വിജയത്തിന് വേണ്ടി ഈ മരണം വരെ നന്നായി പരിശ്രമിക്കുക. ഉലൈകൽ അഖിയാസ്,
അങ്ങനെയുള്ളവരാണ് ബുദ്ധിമാന്മാർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി. നാം മനസ്സിലാക്കേണ്ടത്, മരണത്തിന് ശേഷം മാണ് യഥാർത്ഥത്തിൽ ജീവിതം. ഈ ഇഹലോക ജീവിതം ഒരു താൽക്കാലിക ജീവിതമാണ്. ഇവിടെ ഒരു മഴയിൽ വർഷിച്ച ഒരു കുമിള പോലെ അത്ര സമയം, അല്ലെങ്കിൽ യാത്രക്കാരൻ ഒരു വൃക്ഷത്തിന് ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയം, യാത്രയിലുള്ള ഒരു വിശ്രമ സമയം, അല്ലെങ്കിൽ പക്ഷി കടൽ വെള്ളത്തിൽ നിന്ന് കുത്തിയെടുക്കുന്ന ആ കൊക്കിൽ കുടുങ്ങിയ വെള്ളത്തെ പോലെ ഒരു നിസ്സാര സമയം മാത്രമാണ് ഈ ഇഹലോക ജീവിതമുള്ളത്. ആ ഇഹലോക ജീവിതത്തിന് ശേഷം പരലോക ജീവിതം മരണത്തോടുകൂടി തുടങ്ങുകയാണ്. അത് ശാശ്വതമായ സ്ഥിരമായ ജീവിതമാണ്. അത് മരണമില്ലാത്തൊരു ജീവിതം. ആ ജീവിതത്തിലേക്ക് ആവശ്യമായ, വിജയത്തിനാവശ്യമായ കർമ്മങ്ങൾ ചെയ്യുക, അതാണ് അതിന് മുന്നൊരുക്കം. അങ്ങനെ ചെയ്യുന്നവരാണ് ബുദ്ധിമാന്മാർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം അതിന് ശേഷം ഖബറിൽ വെച്ചൊരു വിചാരണയുണ്ട്. ഒന്നാമത്തെ വിചാരണ അതാണ്. അതിന് ശേഷമുള്ള കാര്യങ്ങൾക്കായുള്ള പരിശ്രമം എന്നുള്ളതാണല്ലോ ആ വിജയത്തിനാവശ്യമായ പരിശ്രമം. നന്നായി പരിശ്രമിക്കുക അതിന് ശേഷമുള്ള ജീവിതത്തിലേക്ക്. ശേഷമുള്ള 2 പരീക്ഷകളുണ്ട് മരണത്തിന് ശേഷം. ആ പരീക്ഷകൾ വിജയിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ. സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർഭയരായി ശാശ്വതമായ ജീവിതമാണ്. അവിടെ ചോദിച്ചാവശ്യപ്പെട്ടതെല്ലാം അവിടെ ലഭിക്കും. അതാണ് ആ സ്വർഗീയ ജീവിതത്തിൻ്റെ മുഖ്യമായ ഒരു അനുഗ്രഹം. എന്താവശ്യപ്പെടുന്നുവോ അതെല്ലാം അവിടെ ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനപ്പുറം കഠോരമായ നരക ശിക്ഷയാണ്. അപ്പോൾ ആ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആവശ്യമായ സന്ദേശങ്ങളുമായി അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥം നൽകി. ആ വേദഗ്രന്ഥത്തിലാണ് നിയമനിർദ്ദേശങ്ങളുള്ളത്. നിയമമാർഗം എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു തആല ഒരു നിയമമാർഗവും ഒരു കർമ്മമാർഗവും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നിയമമാർഗം പഠിച്ചറിഞ്ഞുകൊണ്ട് അതിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് കർമ്മമാർഗമായ പ്രവാചകന്മാരുടെ ചര്യകൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുക, വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും വിട്ടതുകൊണ്ട് നിർബന്ധ കൽപ്പനകൾ പൂർണ്ണമായും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൂടുതലായി ചെയ്യാൻ പഠിപ്പിച്ചു തന്ന നിർബന്ധമല്ലാത്ത ഐച്ഛിക കാര്യങ്ങൾ കഴിയുന്നത്ര ജീവിതത്തിൽ കൊണ്ടുവന്ന് മാതൃകയായി ജീവിക്കുക. അതോടുകൂടി ഇത്തരം കർമ്മങ്ങളെ സംബന്ധിച്ച് സ്വന്തക്കാരെ, ബന്ധക്കാരെ, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രം പോരാ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മകളെ നിരോധിക്കുകയും കൂടി ചെയ്യണം. അല്ലെങ്കിൽ നാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് ഖുർആനിൽ അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ തിന്മ വിരോധിക്കുമ്പോൾ, നന്മ കൽപ്പിക്കുമ്പോൾ ധാരാളമായി ക്ഷമിക്കേണ്ടി വരും. പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം 40 വയസ്സ് വരെ അൽ അമീൻ ആയി ജീവിച്ചു. 40ാമത്തെ വയസ്സ് മുതൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാൻ തുടങ്ങി. മരണാനന്തര ജീവിതത്തെ പറ്റി മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവരെ
നരകത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയപ്പോൾ അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല, അത് ഞങ്ങൾ പൂർവികർ വാപ്പന്മാർ കേട്ട് വന്നിട്ടില്ല, ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ആക്ഷേപിക്കുകയാണ് ഉണ്ടായത്. 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസങ്ങൾ ഞെരുക്കങ്ങളെ സഹിച്ചുകൊണ്ട് മക്കയിൽ കഴിഞ്ഞുകൂടി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാനായി അവർ കരുതിയ സന്ദർഭത്തിൽ അള്ളാഹു രക്ഷ നൽകി മദീനയിലേക്ക് ഹിജ്റ പോവാൻ കൽപ്പിക്കുകയുണ്ടായി. അപ്പം നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. അപ്പം നന്മ കൽപ്പിക്കുമ്പോൾ തിന്മ വിരോധിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകായി കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടായ അനുഭവം തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അടക്കം അവരൊക്കെ വഫാത്തായി പോയി. ധാരാളം പ്രയാസ ഞെരുക്കങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആ ചരിത്രം നമ്മൾ മുമ്പിലുണ്ട്. ഇനി ഇപ്പോൾ നമ്മളാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കും അത്തരത്തിലുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകും. നന്മ കൽപ്പിക്കുമ്പോൾ തിന്മ വിരോധിക്കുമ്പോൾ അത് ക്ഷമിക്കണം, ക്ഷമയിൽ മികവ് കാണിക്കണം. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മരണശേഷമുള്ള ജീവിതത്തിലേക്കുള്ള ഒരുക്കങ്ങൾ ആയിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്നവരാണല്ലോ ബുദ്ധിമാന്മാർ. അപ്പോൾ ബുദ്ധിമാന്മാരെ ജീവിക്കണമെങ്കിൽ കുറച്ച് പ്രയാസങ്ങൾ ഞെരുക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും. അല്ലാഹു തആല നമുക്ക് ഖുർആനിലൂടെ പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ, കൽപ്പനകൾ ജീവിതത്തിൽ പ്രാപ്യമാക്കുക, അതാണ് ഒന്നാമതായി മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള ഒരുക്കങ്ങളിൽ നാം ചെയ്യേണ്ടത്. കാരണം ഖബറിലെ ചോദ്യത്തിന് അതിന് ഉത്തരം പറയണമെങ്കിൽ ഇവിടുന്ന് ഒരുങ്ങിപ്പോകണം. മൻ റബ്ബുക, ആരാണ് രക്ഷിതാവ്? അള്ളാഹു റബ്ബി എന്നാണ് നാം പറയേണ്ടത്. അള്ളാഹുവിനോടല്ലാതെ റബ്ബിയെ നിനക്കുള്ള സഹായപ്രവർത്തനങ്ങൾ, രക്ഷകളെ അഭ്യർത്ഥന ചോദിച്ചുകൂടാ. പതിയെ രക്ഷിക്കണേ, മുഹീദിശിക്കെ കാക്കണെ പോലുള്ള പ്രാർത്ഥനകളിൽ നിന്നും വിട്ടു നിൽക്കണം. ഇവിടെ നമ്മൾ അള്ളാഹുയെ രക്ഷിക്കണേ, അള്ളാഹുയെ കാക്കണേ എന്നുള്ള ആ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാർത്ഥ്യമാക്കി പോയെങ്കിൽ മാത്രമേ അവിടെയുള്ള ചോദ്യത്തിന് അള്ളാഹു റബ്ബി എന്ന് മറുപടി പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ ഒരുക്കം. മൻ ദീനുക, രണ്ടാമത്തെ ചോദ്യം, എന്താണ് നിന്റെ ദീൻ? ഇസ്ലാമു ദീനി എന്ന് നമ്മൾ മറുപടി പറയണം. അങ്ങ് പറയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ സഹാബിമാരെ പഠിപ്പിച്ചു കൊടുത്തു. അതിന് മാ ആന അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഇസ്ലാം പറയുകയുണ്ടായി. സ്വർഗത്തിലേക്ക് ഒരേ ഒരു കക്ഷി മാത്രമാണ് ഉണ്ടായിരിക്കുക. പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും. എൻ്റെ സമൂഹം ഇന്നേറെ നമസ്കരിക്കുന്നവരാണ് അവരൊക്കെ തന്നെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം. ഒതു ചെയ്ത് നമസ്കരിക്കുന്നവരെ അവർ 73 പിരിയും. എല്ലാം നരകത്തിലാണ്. ഇല്ല മില്ലത്തും വാഹിദ, ഒരു മില്ലത്ത് ഒഴികെ, ഒരു ഇബാം ഒഴികെ. അതാണ് ചോദിച്ചപ്പോൾ മാ അന അലൈഹി വസ്ഹാബി, അവിടെ നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കേണ്ടത് ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലോ ആ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയന്മാർ ഏകോപിച്ച ആ മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയരെ പഠിപ്പിച്ചു കൊടുത്ത മാർഗം, അംഗീകരിച്ച മാർഗം, അള്ളാഹു ഇഷ്ടപ്പെട്ട് അംഗീകരിച്ച മാർഗം, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മാതൃകയായി പറഞ്ഞയച്ചുകൊണ്ട് നമസ്കാരം മുതൽ ഹജ്ജ് വരെ ഉള്ള കർമ്മങ്ങളൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, എപ്രകാരമാണോ ഞാൻ നമസ്കരിച്ച് കാണിച്ചത് അന്നത് അപ്രകാരം നിങ്ങൾ നമസ്കരിക്കുക. സഹാബിയന്മാർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അങ്ങനെ അവരെ നമുക്ക് മാതൃകളാക്കി. കദാലിക, അപ്രകാരം ജാലനാക്കും, നിങ്ങളെ ഞാൻ ആക്കിയിരിക്കുന്നു ഉമ്മത്ത വസത്ത, ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ മധ്യമ സമുദായമാക്കിയിരിക്കുന്നു.
ആര്? സാഹിബേര്യന്മാരെ. അള്ളാഹു താല സാഹിബേര്യന്മാരെ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. എന്തിന്? ലിത്തിക്കൂനു ഷുഹദാഅലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകാ സാക്ഷികളാകുവാൻ വേണ്ടി. വയക്കൂൻ റസൂൽ അലൈക്കും ഷഹീദ, റസൂൽ നിങ്ങൾക്കും മാതൃകാ സാക്ഷിയായിരിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആ മാതൃകാ ജീവിതം ഒപ്പിയെടുത്ത് സഹാബിയന്മാർ ഏകോപിച്ച് ജീവിതത്തിൽ പ്രാപ്തമാക്കിയ അക്കാര്യം അതാണ് മാ അന അലിഹി വസാബി, ഞാനും എൻ്റെ സാബത്തും ഏതൊരു മാർഗത്തിനും ആ മാർഗം ജീവിതത്തിൽ പ്രാപ്തമാക്കിയാൽ മാത്രമേ ആ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ മാർഗമാണ് നാം പഠിച്ചറിയേണ്ടത്. ആ മാർഗമാണ് ഇസ്ലാം ദീൻ. അപ്പോഴുള്ള ചോദ്യം, മാ ദീനുക്ക, എൻ്റെ ദീൻ എന്താവുന്നു? അപ്പോൾ മറുപടി ഇസ്ലാമു ദീനി, ഇസ്ലാമാണ് എൻ്റെ ദീൻ. അത് നമ്മൾ പറയണമെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിബന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബന്മാർ ഏകോപിച്ച ആ മാതൃകാ ജീവിതം നാം ഒപ്പിയെടുക്കണം, പഠിച്ചറിയണം. എങ്കിലേ നമുക്ക് അത് ജീവിതത്തിൽ പ്രാപ്തമാക്കാൻ സാധിക്കുകയുള്ളൂ. പഠിച്ചറിയാം. തൊലബിൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമും മുസ്ലിമ, ഇൽമ് പഠിക്കുക എന്നുള്ളത് എല്ലാവരും ആണുപെണ്ണുങ്ങളുടെ മേലും, മുസ്ലിമായ ആണുപെണ്ണുങ്ങളുടെ മേലും നിർബന്ധമാകുന്നു. അത് ഒന്നാമതായിട്ട് നമുക്ക് നിർബന്ധമാക്കിയത് അഞ്ചു സംസ്കാരമല്ല, അഞ്ചു സംസ്കാരം 13ാമത്തെ വർഷമാണ് നിർബന്ധമാക്കിയത്. പരിശുദ്ധ ഖുർആൻ വായിച്ചു പഠിക്കാൻ, ഇൽമ് പഠിക്കാനായിരുന്നു അള്ളാഹു നമ്മോട് കൽപ്പിച്ചത്. വായിച്ചു പഠിക്കുക. വായിച്ചു പഠിക്കാനുള്ള കൽപ്പനയാണ് ആകാശലോകത്തിൽ നിന്നും ഒന്നാമതായിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. സാഹിബന്മാർക്ക് അർത്ഥത്തോട് വായിച്ചു പഠിക്കേണ്ട ആവശ്യമില്ല. അപ്രകാരമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൽപ്പിച്ചത്, അപ്രകാരം ഓതിയാൽ അതിനർത്ഥന്മാർക്ക് മനസ്സിലാക്കും. അതിന് വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത് എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? അത് അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. എപ്രകാരമാണോ അവതരിപ്പിച്ച് അപ്രകാരം പഠിച്ചറിയണം. അതിൻ്റെ തഫ്സീർ പഠിച്ചറിയണം. അതുകൊണ്ട് അമലുകൾ ചെയ്യേണ്ടത് എപ്രകാരമാണോ അതും പഠിച്ചറിയണം. പഠിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രാപ്തമാക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിമീങ്ങളാവുന്നത്. അപ്പോഴാണ് ഇസ്ലാം ദീനി എന്ന് നമുക്ക് മറുപടി പറയാൻ സാധിക്കുക. മൂന്നാമത്തെ ചോദ്യം, മാ ഇൽമുക, നിങ്ങളുടെ ഇൽമ് എന്തായിരുന്നു? ഖറഅതു കിതാബല്ലാഹ് ആമൻതു ബിഹി വസദ്ദഖ്തു ബിഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു പഠിച്ചു. ഏതാണ്? പരിശുദ്ധ ഖുർആൻ വായിച്ചു പഠിച്ചു. വസദ്ദഖ്തു ബിഹി, അതിനു മുമ്പ് ആമൻതു ബിഹി, ഞാനതിൽ വിശ്വസിച്ചു. വിശ്വസിക്കാൻ എന്ത് വേണം? അർത്ഥത്തോടുകൂടി പഠിച്ചറിയണം. ജീവിതത്തോടുകൂടി പഠിക്കുന്നതോടുകൂടി അർത്ഥം വായിച്ചു പഠിക്കണം. എങ്കിലേ ആമൻതു ബിഹി എന്ന മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിക്കുന്ന പ്രാധാന്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഖുർആൻ അള്ളാഹു നമുക്ക് നൽകിയ നിയമനിർദ്ദേശങ്ങളാണ്. അതെന്ത് ചെയ്യണം? നമ്മൾ അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. അപ്പോഴാണ് ആമൻതു ബിഹി എന്നുള്ള മറുപടി പറയാൻ സാധിക്കുക. വസദ്ദഖ്തു ബിഹി എന്നും കൂടി ചേർത്ത് പറയണം. സത്യമാക്കി എന്ന് പറയണമെങ്കിൽ മുസ്ലിമായി ജീവിച്ചു ഭരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പ്രാപ്തമാക്കി സാഹിബന്മാരുടെ ഏകോപിച്ച ജീവിതമാർഗം മാ അന അലി വസ്ഹബി മുമ്പ് വിശദീകരിച്ചല്ലോ. ആ ജീവിത മാതൃക ജീവിതത്തിൽ എന്ത് ചെയ്യണം? പ്രാപ്തമാക്കണം. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബന്മാർ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാപ്തമാക്കിക്കൂടാ. അതും കൂടി പ്രാധാന്യമുണ്ട്. കുല്ലു ഇബാദത്തുൻ ലാ തഅബ്ബദുഹാ സഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബന്മാർ അനുഷ്ഠിക്കാത്ത ഒരു ഇബാദത്തുകളും അനുഷ്ഠിക്കാനും പാടില്ല. അതാണ് ബിദഅത്ത്. വശറുൽ ഉമൂർ, മതകാര്യങ്ങൾ ഷർറായ കാര്യം മഹ്ദാതുവ, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യങ്ങളാകുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരമില്ലാത്ത കർമ്മങ്ങൾ, സാഹിബന്മാരുടെ അംഗീകാരമില്ലാത്ത കർമ്മങ്ങൾ.
മാ അന അലി ഹസാബി, ഞാൻ എൻ്റെ സാബത്തും ഏതൊരു മാർഗത്തിലും ആ മാർഗത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ജീവിതത്തെ പ്രാപ്തമാക്കിയാൽ അതാണ് ബിദാത്ത്. ബിദാത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞാൽ അവന് തൗബ സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ഷിർക്ക് എന്ന മഹാപാപത്തിൽ എത്തുവാനും അത് കാരണമാകും. ഷിർക്കോടുകൂടി മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഷിർക്ക് എന്നാൽ ആരാധനകൾ അള്ളാഹു വഴിയുള്ളവർക്ക് അർപ്പിക്കുക, പ്രാർത്ഥനകൾ, നേർച്ചകൾ, പാപവും നേട്ടങ്ങളൊക്കെ തന്നെ അള്ളാഹുവിന് അർപ്പിക്കുക. കാരണം ദുആ വൽ ഇബാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ദുആ വൈബിയ നിനക്ക് സഹായപ്രവർത്തനങ്ങൾ, മനുഷ്യ കഴിവിനപ്പുറം സൃഷ്ടി കഴിവുകൾക്ക് അപ്പുറമുള്ള നിലക്കുള്ള സഹായഭ്യർത്ഥനകൾ, കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാത്ത സഹായഭ്യർത്ഥനകൾ, അതാണ് പ്രാർത്ഥന, അതാണ് ദുആ ഇബാദ. ദുആ അത് ആരാധനയാകുന്നു, ആരാധനക്കാരൻ അള്ളാഹു ആകുന്നു. ഖാല റബ്ബക്കും, നിങ്ങൾ ഷിതാ പറഞ്ഞിരിക്കുന്നു, ദുഊനി, നിങ്ങൾ എന്നാ ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞങ്ങൾ ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന ഇബാദത്തി, എന്നെ ഇബാദത്ത് ചെയ്യുന്ന, അതായത് എന്നോട് ദുആ ചെയ്യുന്ന അഹംഭാവം നടിക്കുന്നവർ, സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, നിന്നിലായും കൊണ്ട് നരകത്തെ പ്രവേശിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അള്ളാഹു രക്ഷിക്കണേ, അള്ളാഹു പാപമൂർത്തരണേ എന്ന് ദുആ ചെയ്യുന്നതിന് പകരം ബദരീ രക്ഷിക്കണേ, മുത്തുനബിയെ പാപമൂർത്തരണേ ഇപ്രകാരം ദുആ ചെയ്താൽ അതെന്താവുന്നു? ആരാധനകളാവുന്നു. ആരാധനക്കാരൻ അള്ളാഹു ആയിരിക്കെ ബദരീങ്ങൾക്കും മുത്തുനബിക്കും ആരാധനകൾ അർപ്പിച്ച് ചെയ്യാൻ ഷിർക്ക് വരും. ഷിർക്കോട് കണ്ട് മരണപ്പെട്ടാൽ നമ്മൾ ആമലൊക്കെ തന്നെ അള്ളാഹു ബാത്തിലായി കളയും, ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണമായ തൗഹീദിന് വിപരീതമാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ നേർച്ചകളും പ്രാർത്ഥനകളും പാപം നേട്ടങ്ങളൊക്കെ തന്നെ ആരാധനകളാവുന്നു. ആരാധനക്കാരൻ അള്ളാഹു ആവുന്നു. അള്ളാഹുവിന് നേർച്ചകൾ അർപ്പിക്കുക, അള്ളാഹുവിനോട് പാപം തേടുക, അള്ളാഹുവിനോട് രക്ഷ അഭ്യർത്ഥിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് തൗഹീദ്. തൗഹീദോടുകൂടി മരണപ്പെട്ടാൽ മറ്റെല്ലാ പാപങ്ങളും ഒന്നുകിൽ അള്ളാഹു പുറത്തുവരും, അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷയ്ക്ക് ശേഷമെങ്കിലും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും, ഉറപ്പാണ്. അള്ളാഹു വിശ്വാസ മുഖേന ഉറപ്പ് പറഞ്ഞ കാര്യമാണത്. അൽബുറപ്പിച്ച് അള്ളാഹു ഇല്ലാതെ ആരാധനക്കഹൻ മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് ആരാധന മുഴുവൻ അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് നേർച്ചകളും വിവാദങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അള്ളാഹുവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. സഹാബി ചോദിച്ചു, കട്ടാലും വിചരിച്ചാലോ? ആവർത്തിച്ച് വിശ്വാസം പറഞ്ഞു, കട്ടാലും വിചരിച്ചാലും സ്വർഗത്തിൽ പ്രവേശിക്കും. ഒന്നുകിൽ കട്ടതിന് വിചരിപ്പിക്കുന്നു, ശിക്ഷിക്കും, ശേഷമെങ്കിലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കും. അള്ളാഹു ഗഫൂർ റഹീമാണ്. ഇന്നല്ലാഹു ഗഫൂറുൻ ബിജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അള്ളാഹുവിനോടായിരിക്കണം നാം പൊറുക്കുന്നത് തേടേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടെ ആവരുത്. അള്ളാഹുവിനോടെ ആയിരിക്കണം നാം രക്ഷ തേടേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മനുഷ്യ മഹാത്മാക്കളോട് ആവരുത്. വൈബിയുള്ള എല്ലാ സഹായപ്രവർത്തനങ്ങളും അദൃശ്യമായ അഭൗതികമായ മറഞ്ഞ സഹായപ്രവർത്തനങ്ങൾ പ്രാർത്ഥനകൾ ആകുന്നു. പ്രാർത്ഥന ആരാധനയാവുന്നു. ആരാധനക്കാരൻ അള്ളാഹു ആവുന്നു. അങ്ങനെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര തന്നെ പാപങ്ങളും മറ്റു പാപങ്ങളും ചെയ്താലും ശരി, അവസാനമെങ്കിലും അള്ളാഹു തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. അതാണ് ആശ്വാസമായ മജ്ജനം. അള്ളാഹുവിനോട് സദാ ഖേദിച്ച് മടങ്ങി പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കണം. അതിന് ഇസ്ലാം തെറ്റ് ചെയ്തു, അവർക്ക് വസിപ്പിക്കാനുള്ള പ്രാർത്ഥന അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. റബ്ബനാ വലംന, രക്ഷിതാവേ ഞങ്ങൾ രണ്ടുപേരും അക്രമം വർത്തിച്ചു തെറ്റ് ചെയ്തിരിക്കുന്നു, അൻഫുസന ഞങ്ങളോട് തന്നെ, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന, നീ പുറത്ത് തന്നിട്ടില്ലെങ്കിൽ, ഞങ്ങൾ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നിശ്ചയമായും നഷ്ടപ്പെട്ടവർ ആയിപ്പോവും, സ്വർഗം നഷ്ടപ്പെട്ടവർ ആയിപ്പോരും. അതുകൊണ്ട് ഫഗ്ഫിർ ലനാ, ഞങ്ങൾ പുറത്തു തരണമേ. അള്ളാഹു തആല അവർക്ക് പൊടുത്തു കൊടുത്തു. വിശുദ്ധ ഖുർആൻ അക്കാര്യം സൂറത്ത് താഹയിലൂടെ പറയുന്നുണ്ട്.
മൂസാ നബി അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തു. അള്ളാഹുവിനോട് പോൽക്കം ചോദിച്ചു. അള്ളാഹു തആല പുറത്തു കൊടുത്തു. സൂറത്ത് ഖസസിലൂടെ കാര്യം അള്ളാഹു വ്യക്തമാക്കി പറയുന്നുണ്ട്. തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ ഖേദിച്ചു മടങ്ങി പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു വരും. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യരൊക്കെ തന്നെ തെറ്റുകൾ ചെയ്യുന്നവരായും കൊണ്ടാണ് അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. കുല്ലു ബനി ആദം ഖതഉൻ വഖൈറുൽ ഖതാഇന തവ്വാബൂൻ. എല്ലാ മനുഷ്യന്മാരും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരായും കൊണ്ടാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്. പ്രവാചകന്മാരൊഴികെ മനുഷ്യന്മാരെല്ലാവരും പ്രവാചകന്മാരല്ലാത്ത പ്രവാചകന്മാർ മാതൃകാ പുരുഷന്മാരാണല്ലോ. അവർ തെറ്റ് വരാൻ പാടില്ല. തെറ്റ് വന്നാൽ അത് മാതൃകയാകുമല്ലോ. അതുകൊണ്ട് അവരെ അള്ളാഹു തആല കാത്ത് രക്ഷിച്ചു, തെറ്റ് വരാതെ. അല്ലാത്തവരൊക്കെ തന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നാവുന്ന പ്രവൃത്തിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. സാഹിബന്മാർ പോലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്. അക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വ്യാപരാതിപ്പെടുന്നുണ്ട്. അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അവർക്ക് സന്ദേശങ്ങൾ അറിയിക്കുന്നുണ്ട്. മഹാപാപങ്ങൾ വിട്ടുനിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറു പാപങ്ങളൊക്കെ തന്നെ അള്ളാഹു തആല പുറത്തു തരും എന്ന കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. എല്ലാ പാപങ്ങളും അള്ളാഹു തആല ഖേദിച്ചു മടങ്ങിയാൽ പുറത്തു വരും. മേലിൽ ആ പാപങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള നിശ്ചയത്തോടു കൂടി ആയിരിക്കണം തൗബ ചെയ്യേണ്ടത്, ഖേദിച്ചു മടങ്ങേണ്ടത്. ഇന്നല്ലാഹ ഗഫൂറുൻ ജമീഅ. അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു വരുമ്പോൾ പ്രതീക്ഷ മനുഷ്യർക്ക് ഉണ്ടാവണം. അള്ളാഹുവിനെ സംബന്ധിച്ച് നിരാശനായാകാൻ പാടുള്ളതല്ല, ആശ മുറിയുന്നവരാവാൻ പാടുള്ളതല്ല, ആശയുള്ളവരായിരിക്കണം. അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ട കാര്യമാകുന്നു തൗബ. തെറ്റുകുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തൗബ ചെയ്യുക എന്നുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഖൈറുൽ ഖതാഇന തവ്വാബൂൻ. തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതിൽ ഉത്തമന്മാർ തൗബ ചെയ്യുന്നവരാണ്, ഖേദിച്ച് മടങ്ങുക. അതാണ് തൗബ. എന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പൂർത്തി തരണമേ, ധാരാളം തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, എനിക്കിത് പൂർത്തി തരണമേ. അതാണ് തെറ്റുകുറ്റങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട്. അതാണ് ആബിൻ നബി അലൈഹി ഇസ്ലാം ചെയ്തത്. ഹവ്വാ റളിയല്ലാഹു അള്ളാഹു തആല അവരെ പഠിപ്പിച്ചത്. റബ്ബനാ നാഥ വലംനാ അൻഫുസനാ, ഞങ്ങളോട് അക്രമം തെറ്റ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഫഗ്ഫിർ ലനാ, ഞങ്ങൾ പൂർത്തി തരണമേ. മൂസാ നബി ഇസ്ലാം യാദൃച്ഛികമായി ഒരാളെ കൊല്ലപ്പെട്ടു. ആ സന്ദർഭത്തിലും ഇദ്ദേഹം അക്കാര്യം എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുകയുണ്ടായി. ആ റബ്ബി ഇന്നി വലംതു നഫ്സി, റബ്ബേ ഞാൻ എൻ്റെ ശരീരത്തോട് അക്രമം വർത്തിച്ചിരിക്കുന്നു, തെറ്റ് ചെയ്തിരിക്കുന്നു. കാരണം ഒരാളെ കൊലപ്പെടുത്തുകയുണ്ടായി. ഫഗ്ഫിർ ലീ, എനിക്ക് നീ പുറത്തു തരണമേ. ഫഗഫറ ലഹു, അങ്ങനെ അദ്ദേഹത്തെ നാം പുറത്തു കൊടുത്തു. അല്ലാഹു തആല സൂറത്തുൽ ഖസസിലൂടെ 16-ാമത്തെ വചനത്തിലൂടെ അക്കാര്യം വ്യക്തമാക്കി. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, നിശ്ചയമായും വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അത് അവർക്ക് മാത്രമല്ല നമുക്കും ബാധകമാണ്, മനുഷ്യന്മാർക്കൊക്കെ തന്നെ. അല്ലാഹു തആല എന്താവുന്നു, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീമാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. അവരൊക്കെ തെറ്റ് ചെയ്തു, അവർ പുറത്തു കൊടുത്തു, തൗബ ചെയ്തു, പുറത്തു കൊടുത്തു. നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മൾ അല്ലാഹുവിനോട് എന്ത് ചെയ്യണം? പൊറുക്കം തേടണം. നബിയോടല്ല. സ്വലാത്ത് നഗറിൽ കൊണ്ടുപോയിട്ട് നബിയെ ഞങ്ങളിതാ തെറ്റ് ചെയ്തിരിക്കുന്നു, പുറത്തു തരണേ എന്ന് പറഞ്ഞ് പണ്ഡിത ഹോയിന്മാർ നേതൃത്വം നൽകുന്ന ആ കൂട്ടത്തിൽ ആവുവാൻ പാടുള്ളതല്ല. ശിർക്കിലാണ് എത്തിപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിന് പാപവും തേടിയിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടെല്ലാം നമ്മൾ തെറ്റ് ചെയ്യുന്നത്, അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിപരീതമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്കല്ല വിപരീതമായി പ്രവർത്തിച്ചിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അള്ളാഹു നിയോഗിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്നും കാര്യങ്ങൾ തെറ്റാണ് ചെയ്യരുത്,
ആ തെറ്റ് നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല, അള്ളാഹുവിൻ്റെ ദൂതനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദാണ്, റസൂലാണ്. അങ്ങനെയാണ് നാം വിശ്വസിക്കേണ്ടത്. അത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അള്ളാഹു നിയോഗിച്ച ഒരു ദൂതനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല പാപം തേടേണ്ടത്. സഹാബിമാരാരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപം തേടിയിട്ടില്ല, അള്ളാഹുവിനോട് പാപം തേടി. ഇത് ഖുർആൻ്റെ ചരിത്രം അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ അള്ളാഹുവിനോട് പാപം തേടേണ്ടത്. അള്ളാഹുവെ പാപം കൊടുക്കുന്നവർ ആരുമില്ല. അമ്മേ അഫുറത്തിനും ഇല്ലല്ല. ഖുർആൻ ചോദ്യമാണ്, ആരാ അള്ളാഹ് അല്ലാതെ പാപം പൊറുക്കുക? റീസോയം പറയുകയുണ്ടായി, പക്ഷേ അഫുറത്തിനും എല്ലാം തന്നെയല്ല പാപം പൊറുക്കുന്നില്ല. അവിടെ നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പാപം തേടേണ്ടത് എന്ന് ആരും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ തൗഹീദിന് വിപരീതമാണ്, ശിർക്കാണത്. ശിർക്കോടുകൂടി മരണപ്പെട്ടവർ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഹജ്ജിനാക്കി പോകുമ്പോഴേ, ഹജ്ജൊക്കെ കഴിഞ്ഞ് മദീനത്ത് വന്ന് നബിയെ അവരെങ്കിലും വന്ന് നബിയോട് പാപം തേടിയാൽ നമ്മൾ ഹജ്ജൊക്കെ ബാത്തിയായി പോകും. കാരണം ശിർക്കാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലാനാണ് നമ്മൾ കൽപ്പിച്ചത്, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഉണ്ടാ നബിയെ അങ്ങേക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ, അള്ളാഹിൻ്റെ രക്ഷ അങ്ങേക്കുണ്ടാവട്ടെ, സമാധാന ശാന്തി ഉണ്ടാകട്ടെ എന്ന് ഈ പാവിയായി നമ്മളെ കൊണ്ട് അള്ളാഹു പ്രാർത്ഥിപ്പിക്കുക. എന്തിനു വേണ്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉന്നതമായ സ്ഥാനം നൽകാൻ വേണ്ടി. ആ നബിയോട് രക്ഷ ചോദിക്കാൻ ആണ് പണ്ഡിതന്മാർ ജനങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നബിയോട് പ്രാർത്ഥിക്കുവാനാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വൈദ്യങ്ങളോടും അതേപോലെ തന്നെ മറ്റുള്ള മഹാത്മാക്കളോടും പ്രാർത്ഥിക്കാൻ അത് ഇസ്തിഗാസയാണ്, ജായിസാണ്. അള്ളാഹു ഹലാലാക്കിയൊരു കാര്യം ഹറാമാക്കുകയും ഹറാമാക്കിയൊരു കാര്യം ഹലാലാക്കുകയും അങ്ങനെ ചെയ്യുന്ന പണ്ഡിതന്മാരെ പിൻപറ്റുകയും ചെയ്താൽ അവരെ ആരാധിക്കുന്ന തുല്യമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ ഇത്തഖദു അഹ്ബാറുഹും റുഹ്ബാനും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജായിസാണ്, ഇസ്തിഗാസയാണ്, ജായിസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കുവാനും ഫത്തായ പ്രവാചകന്മാരോട് പാപം തേടുവാനും പണ്ഡിതന്മാർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഹറാമാക്കിയൊരു കാര്യം ജായിസാക്കുവാൻ ഈ പണ്ഡിതന്മാർക്ക് അധികാരമില്ല. അങ്ങനെ ചെയ്താൽ അത് മഹാപാപമാണ്. അതിന് ശിക്ഷ അവർ കണ്ടറിയത് നിജം മാത്രമല്ല, അവരെ പിൻപറ്റുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അബദ്ധം. അവരെ പിൻപറ്റിയാൽ അവരാരാധിക്കുന്ന തുല്യമാകുന്നു. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ അവരെ ശിക്ഷിക്കുന്ന പോലെ തന്നെ നമ്മൾ ശിക്ഷിക്കും. ആ ഒരു മുൻകരുതൽ നമുക്കുണ്ടാവണം. മനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കൂട്ടത്തിൽ പണ്ഡിതന്മാരെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളതിൽ നിന്ന് വിട്ടു നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് പിൻപറ്റി ജീവിക്കേണ്ടത്. അതാണ് ഷഹാദത്ത്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയായിരിക്കണം നാം ജീവിതത്തിൽ പ്രാർത്ഥിമാക്കേണ്ടത്. ഫത്തഖുല്ലാഹ വതുഇനി, അള്ളാഹുവിനെ സൂക്ഷിക്കുക. പരിശുദ്ധ ഖുർആൻ പഠിച്ചറിഞ്ഞുകൊണ്ട് നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായി വിട്ടുന്നുകൊണ്ട് കൽപ്പിച്ച കാര്യങ്ങൾ നിർബന്ധമായും ജീവിതത്തിൽ പ്രാർത്ഥിമാക്കി സുന്നത്തായ കർമ്മങ്ങൾ കഴിയുന്നത്ര കൊണ്ടുവന്ന് പ്രവാചകനെ പിൻപറ്റി ജീവിക്കുക. എപ്പോഴും നമ്മളെ പ്രവാചകനെയാണ് നാം പിൻപറ്റി ജീവിക്കേണ്ടത്, പണ്ഡിതന്മാരെയല്ല, ഇമാമിയങ്ങളല്ല, പണ്ഡിതപുരോഹിതന്മാരെയല്ല പിൻപറ്റേണ്ടത്. പിൻപറ്റിയാൽ വഴിച്ചു പോകും. വിശ്വാസമയം മാത്രമേ പിൻപറ്റാവൂ. വിശ്വാസമയം മുമ്പിലുണ്ട്, നമ്മൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസമയ ചര്യകളാണ് സാഹിബുകാരൻ പിൻപറ്റിയത്. ആ ചര്യകൾ ആണ് നാമും പിൻപറ്റേണ്ടത്. അതിന്മേ ചര്യകൾ മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കാൻ അഫാദായ പ്രവാചകനോ പാപമോ അവരാരും പഠിപ്പിച്ചിട്ടില്ല. അതൊക്കെ വിരുദ്ധമാണ്, കഠിന മഹാപാപമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ ചെയ്തു വരുന്നവരായിരുന്നു മക്കയിലും മുശ്രിക്കുകൾ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനും ബിംബങ്ങളുണ്ടാക്കി അവരോട് സങ്കടം പറഞ്ഞുകൊണ്ട്, കല്ലിനോടല്ല സങ്കടം പറഞ്ഞിരുന്നത്, അവർ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ശക്തി. അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആണെങ്കിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം, അതല്ല ഇസ്മായിൽ അലൈഹി ഇസ്ലാം ആണെങ്കിൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാം, അല്ലെങ്കിൽ 360 ബിംബങ്ങൾ ഉണ്ടാക്കി ചേരുന്നത് വ്യത്യസ്ത മഹാന്മാരുടെ പ്രതിനിധികളായും കൊണ്ടായിരുന്നു.
ആ കല്ലുകളുടെ മുമ്പിൽ പോയി പറയുമ്പോൾ കല്ലുകളോട് ബിംബങ്ങളോടല്ല അവർ പറയുന്നത്, അവർ ഉദ്ദേശിക്കുന്ന ആ മഹാനിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു ആ ബിംബങ്ങളുടെ മുമ്പിൽ പോയിരുന്നത്. അങ്ങനെ ആ മരിച്ചുപോയ മഹാത്മാക്കളോട് സങ്കടം പറഞ്ഞുകൊണ്ട് നേർച്ചകൾ അർപ്പിച്ചുകൊണ്ട് അവരോട് പാപവും തേടിക്കൊണ്ട് ഇരുന്ന് സമൂഹം കാഫിര്യങ്ങളാണ്, മുശ്രിക്കീങ്ങളാണ് എന്ന് പറയുമ്പോൾ ബിംബങ്ങളില്ലാതെയും ചാരങ്ങളിൽ പോയിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റു സന്ദർഭങ്ങളിൽ പരിങ്ങൾ രക്ഷിക്കണേ, മഹീശയ്ക്ക് കാക്കണേ, മുദ്രിമ്പയെ അപ്പാപ്പുറത്തേണമേ എന്ന് ബിംബങ്ങളില്ലാതെ അവരെ ഓർത്തുകൊണ്ട് അവർ ബിംബങ്ങൾ വെച്ചായിരുന്നു ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ബിംബങ്ങളില്ലാതെ പ്രവർത്തിച്ചാലും ഒരു ഇടയാളന്മാരാക്കിയാലും ശുപാർശക്കാരാക്കിയാലും അതൊക്കെ കഠോരമായ ശിർക്കിലെത്തിപ്പെടുക, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അനാചാരങ്ങളാണ്, അനാചാരങ്ങളിലൂടെയാണ് ശിർക്കിൽ എത്തിപ്പെടുന്നത്. അനാചാരങ്ങൾ എന്ന് പറഞ്ഞാൽ നിമിഷവാസം പഠിപ്പിച്ചിടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക, അതാണ് ബിദഅത്ത്, വലാലത്ത്, വഴിവെപ്പിക്കുന്ന മാർഗങ്ങൾ. വസീല ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഈയിടെ വിസ്ഡംകാൾ പുറത്തു പോയല്ലോ, അത് ഫത്വ ഇറക്കി ജീവനോട് സഹായിച്ചത് വസീല ശിർക്കാണ്. ആദ്യം പറഞ്ഞത് ജായിസാണ്, അനുവദനീയമാണ്, ഭൗതികമാണ് എന്നൊക്കെയാണ്. പിന്നീട് എന്ത് ചെയ്തു, അത് പിടിച്ചെടുക്കാൻ പറ്റാത്തപ്പോൾ അവർ ജിനുകളെ സഹായപ്പെടുത്താൻ, കഴിവിൽപ്പെട്ടതിനെ സഹായപ്പെടുത്താനാണ് വസീല ശിർക്കാണ്. കഴിവിൽപ്പെടാത്തത് അതെന്താവുന്നു, അത് പാടില്ല, അത് ശിർക്ക് തന്നെയാണ്. കഴിവിൽപ്പെടാത്തത് ചോദിച്ചാൽ അതിന് ഈയാക്കാൻ സ്ഥാപനം തെളിവ് പറയുകയുണ്ടായി. എന്നാൽ ജീവനുള്ള കഴിവിൽപ്പെട്ട സഹായപ്പെടുന്ന നടത്തുന്നത് അത് വസീല ശിർക്കാണ്, ചോദിക്കേണ്ട, ശിർക്കിലേക്ക് മാർഗമാണ്. നമ്മൾ തെളിവുകൾ ഉദ്ധരിച്ചോ? തെളിവ് ഉദ്ധരിച്ചില്ല. അത് മനസ്സിലാക്കാൻ സാധാരണക്കാരൻ നമ്മൾ പറ്റിക്കാനും വഞ്ചിക്കുവാനും വേണ്ടി പല പണ്ഡിതഭൂന്മാരും പല വേഷത്തിൽ ഇവിടെ പല കക്ഷികളായി തിരിഞ്ഞു വന്നിട്ടുണ്ട്. അവർ പിന്നാലെ പോകരുത്. നമ്മുടെ അടിസ്ഥാന പ്രമാണം പരിശുദ്ധ ഖുർആനാണ്, തിരുസവായുചാറ്റികളാണ്. അതിൽപ്പെട്ട കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക, അതിൽ പെടാത്ത കാര്യങ്ങൾ പിൻപറ്റിക്കൂടാ. വന്നഹാദ സ്വാത്തി മുസ്തഖീം ഫത്തിബഉ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലൂടെ അങ്ങനെയാണ് പറഞ്ഞത്, അതെൻ്റെ മാർഗം, ചൊവ്വായ മാർഗം, അത് നിങ്ങൾ പിൻപറ്റുക. ലാ തത്തിഉ സുബല, വിവിധ മാർഗങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, അങ്ങനെ പിൻപറ്റിയാൽ അത് യഥാർത്ഥ മാർഗം നിങ്ങൾ ഭിന്നിച്ചു പോകും. അതുകൊണ്ട് അത് പഠിപ്പിച്ചു തരാൻ നിയോഗിച്ച വിശ്വാസികളുടെ മാർഗ്ഗമാണ്. വിശ്വാസി സാഹിബിനെ പഠിപ്പിച്ചോട്ട് സാഹിബി, ഞാൻ എൻ്റെ സാഹിബത്തിന് ഏതൊരു മാർഗത്തിന് ആ മാർഗം അത് പഠിച്ചറിഞ്ഞുകൊണ്ട് അതാണ് ജീവിതത്തിൽ പാത്യമാക്കേണ്ടത്. അതാണ് മരണത്തിന് ശേഷമുള്ള ആ കാര്യങ്ങൾക്ക് വേണ്ടി, ഖബർ ചോദ്യങ്ങൾക്ക് വേണ്ടി ഉള്ള തയ്യാറെടുപ്പ് നാം ചെയ്യേണ്ടത്. ഏറ്റവും ബുദ്ധിമാൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ടാണല്ലോ നാം തുടങ്ങിയത്. ബുദ്ധിമാൻ വിശ്വാസം പറഞ്ഞത് മനത്തെ ധാരാളം ഓർക്കുകയും ആ മനഃശേഷമുള്ള കാര്യങ്ങൾക്കായുള്ള നന്നായി ഒരുങ്ങുന്നവരുമാണ് എന്ന്. എന്താണ് ശേഷമുള്ള കാര്യങ്ങൾ? ഒന്ന് ഖബറിലെ ചോദ്യം, രണ്ടാമത് പരലോകത്തെ വിചാരണ. ആ വിചാരണയിലും വിജയിക്കണം. ഖബറിലെ ചോദ്യം വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പരലോകത്തുള്ള വിചാരണയിൽ വിജയിക്കും, ഉറപ്പാണ്. ഇവിടെ തോറ്റു കഴിഞ്ഞാൽ അവിടെയും തോൽക്കും. അതുകൊണ്ട് ഖബർ ജീവിതത്തിൽ വിജയിക്കണം. അതിനായി ഒരുക്കങ്ങൾ നാം ചെയ്യേണ്ടത്. അതിനായി നാം എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്നിരുന്നു ആര്? സഹാബിയന്മാർ. അവർ എങ്ങനെയായിരുന്നു ഖുർആൻ പഠിച്ചിരുന്നത് എന്ന് സംബന്ധിച്ച് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകി തന്നിട്ടുണ്ട്. ഒരു ഹദീസ് നമുക്ക് കേൾക്കാം. അൻജദ് ബിൻ അബ്ദുല്ലാഹ് قال كنا مع النبي صلى الله عليه وسلم ونحن فتيان حزابرة. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഖുർആൻ പഠിക്കാനായി വരുമ്പോൾ, ചെറുപ്പക്കാരാണ് ഞങ്ങൾ യൗവനത്തിലേക്ക് ഓളം വെട്ടി നിൽക്കുന്ന ഘട്ടം, വിവാഹപ്രായത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഫതഅല്ലംന ഈമാന. ഞങ്ങൾ ഖുർആൻ പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സ് വന്നിട്ടുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എന്തേ പഠിപ്പിച്ചത്? ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചത്. ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തെ അള്ളാഹുൽ വിശ്വാസം. ഈമാൻ കാര്യങ്ങൾ നമുക്കറിയാം, ഹെഡിങ്ങാണ് നമ്മൾ സാധാരണ മദ്രസയിൽ പഠിക്കാറുള്ളത്. അള്ളാഹുൽ വിശ്വാസം തുടങ്ങി
6 കാര്യങ്ങൾ നമ്മൾ എണ്ണി പഠിക്കാറുണ്ട്. പക്ഷെ അത് ഹെഡിങ്ങാണ്. പൂർണ്ണ വിശീകരണം പരിശുദ്ധ ഖുർആനിലൂടെയാണ് പഠിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഈമാൻ കാര്യങ്ങളെ പഠിപ്പിച്ചിരുന്നു. ചെറിയ വിഷയം കൊടുക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് വിശദീകരണം. ആരാണ് അള്ളാഹു? അള്ളാഹുവിന് ധാരാളം 99 നാമങ്ങളുണ്ട്. ആ സിഫത്തുകൾ, ഓരോ സിഫത്തുകളും ഓരോ വിശേഷങ്ങളാണ്. അവർ അറബികളാണല്ലോ. അറബികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറഞ്ഞു കൊടുത്താൽ തന്നെ അവർക്ക് മനസ്സിലാകും. വിശദീകരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് ആദ്യം പരിചയപ്പെടുത്തും. ഇമാൻ കാര്യമാണ് ഞങ്ങൾ പഠിപ്പിക്കാറുള്ളത് എന്നാണല്ലോ പറഞ്ഞത്. ഇമാൻ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. അള്ളാഹുവിനെ പറ്റിയുള്ള അബോധം ഉണ്ടാക്കി കൊടുക്കണം. ആരാണ് അള്ളാഹു? അള്ളാഹു സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ ഗുണനാമ വിശേഷങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കും. അതാണ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മരിയങ്ങളെ രക്ഷിക്കണേ, മുതിശിക്കെ കാക്കണേ, മുത്തനബിയെ പാമ്പുർത്തനെ എന്നുള്ളതിലേക്കുള്ള രക്ഷാഭരത്തങ്ങൾ നടത്തുകയില്ല. അത് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മൾ സഹോദരന്മാർ അസ്മാകൾ എഴുതി അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന എഴുതിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ വീടുകളിൽ ഫ്രെയിമാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് അർത്ഥം? ഓർക്കാറുണ്ടോ? പറയാറുണ്ടോ? പഠിപ്പിക്കാറുണ്ടോ? ഇല്ല. പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ? ഞങ്ങളാണ് ഭൂരിപക്ഷം, ഞങ്ങളാണ് സംസ്ഥക്കാർ, ഞങ്ങളാണ് എന്ന് കൂടുതൽ എന്ന് പറഞ്ഞവർ എന്താ പഠിപ്പിക്കാതിരുന്നത്? പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ കിട്ടൂല, ഖബറിലേക്ക് കിട്ടൂല, ജാറത്തിലേക്ക് കിട്ടൂല, സ്വലാത്ത് നഗറിൽ കിട്ടൂല, അവിടെ സമ്പാദ്യം കുറഞ്ഞു പോകും. അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കൂല. അള്ളാഹു മതി, കാര്യങ്ങൾ വേണ്ട, മുന്തിശയ്ക്ക് വേണ്ട, മുന്തിർക്ക് വേണ്ട എന്നുള്ള ആ ഓർമ്മയിൽ, ആ ചിന്തയിൽ വരും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ തസ്ബീഹ് മാലമേൽ ഇങ്ങനെ എണ്ണും അർത്ഥമറിയാതെ. അത് ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ രൂപത്തിൽ പഠിച്ച് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിങ്ങനെ ചൊല്ലും. പക്ഷേ അതിൻ്റെ അർത്ഥം അറിയുകയില്ല. ഒരേ ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹു ഓർക്കുക എന്നതാണ് വലിയ കാര്യം. എപ്പോഴാണ് ഓർക്കേണ്ടത്? അനമാബദി ഇദാഹു ദക്കർനി വതഹറകബദി ശഫത കമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഖുദ്സി ഹദീസിൽ അള്ളാഹ് പറഞ്ഞായിട്ട്, ഞാൻ എൻ്റെ അടിയാൻ്റെ കൂടെയായിരിക്കും അന്നെ ഓർക്കുമ്പോഴൊക്കെ തന്നെ. എങ്ങനെയാണ് ഓർക്കേണ്ടത്? അതിനെ ഇരു ചുണ്ടും ചലിപ്പിച്ചുകൊണ്ട്, അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്. അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു റഹ്മാൻ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ തുടങ്ങി ഓരോരോ വാക്കുകൾക്കും ഒരക്ഷരങ്ങൾക്കും പ്രതിഫലമുണ്ട്. ഒരക്ഷരങ്ങൾക്ക് 1 മുതൽ 10, 10 മുതൽ 700 അള്ളാഹു ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ഒരക്ഷരങ്ങൾക്കും. അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ചൊല്ലേണ്ടത്. ഇങ്ങനെ ആണ് നാം ചൊല്ലിപ്പഠിക്കേണ്ടത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചൊല്ലിപ്പഠിച്ചാൽ അർത്ഥം ഉൾക്കൊള്ളുമ്പോഴാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക അള്ളാഹു എല്ലാ കഴിവുള്ളവനുമാകുന്നു. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നമ്മൾ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ആരാളും സാധ്യമല്ല. അള്ളാഹു ഉദ്ദേശിച്ചവരെ നടക്കുകയുള്ളൂ. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് നടപ്പിലാക്കും. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ആരോട് പോയിട്ട് മരിച്ചവരോട് ചോദിച്ചിട്ടോ റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടോ ആരോട് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. അള്ളാഹു ഉദ്ദേശിക്കണം. അള്ളാഹു ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ കഴിവുള്ളവർ ആരുമില്ല. അക്കാര്യം ബോധ്യം നമുക്ക് വരണം. അതിനുവേണ്ടി എന്ത് വേണം? അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ കഴിവ് സംബന്ധിച്ച്, ഓരോ നാമങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവുകൾ സംബന്ധിച്ചുള്ള നാമങ്ങളാണ്. അത് അർത്ഥത്തോട് ഉപയോഗിച്ച് നമ്മൾ മനസ്സിലുറപ്പിക്കണം. അങ്ങനെ ഈമാൻ കാര്യത്തിൽ അള്ളാഹുവിനെ പറ്റി പറയുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് ജിന്ദ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഞാൻ ഹദീസ് പറഞ്ഞല്ലോ, അല്ല കുന്നമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്നു ഫിദിയാൻ ഹസാബിറത്തും, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയാകുമ്പോൾ ചെറുപ്പക്കാരായിരുന്നു. വിവാഹപ്രായത്തിലേക്ക് എത്തി ഞങ്ങളെ യുവത്വത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന, ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം. ഖുർആൻ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഞങ്ങൾ ചെറുപ്പക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോയി. അലംനാ അൽ ഈമാൻ, അപ്പോൾ ഞങ്ങൾ ഈമാനാണ് പഠിപ്പിച്ചത്. എന്നിട്ട് അല്ലാഹുവിൽ വിശ്വാസം, ഒന്നാമത്തെ കാര്യം. ബാക്കിയുള്ള കാര്യങ്ങൾ
അതാണ് വിശ്വാസന്മാർ ആദ്യം പഠിപ്പിച്ചത്. ഖബല താലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുന്നതിന് മുമ്പ്, ഞങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഖുർആൻ പഠിപ്പിക്കുന്ന ഈമാൻ കാര്യം അത് വിശദീകരമായി പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ടോ സുമ്മ താലമൽ ഖുർആൻ, പിന്നീടാണ് ഞങ്ങൾ ഖുർആൻ പഠിപ്പിച്ചത്. എങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്? അത് 10 ആയത്തുകൾ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ അതുകൊണ്ട് എങ്ങനെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് അതും പഠിപ്പിച്ചു കൊടുക്കും. പിന്നീടായിരുന്നു 10 ആയത്തുകൾ പഠിപ്പിച്ചു തീരുന്നത്. അത് മറ്റേ ഹദീസിൽ കൂടി വിശ്വാസം പഠിപ്പിച്ചു തീരുന്ന രൂപം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? ഫസ്ദദ്നാ ബിഹി ഈമാന, അത് മുഖേന ഞങ്ങൾക്ക് ഈമാൻ വിശ്വാസം വർദ്ധിച്ചു. കാരണം അള്ളാഹിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആദ്യം തന്നെ ഈമാൻ കാര്യം. പിന്നീട് ആ ഈമാൻ കാര്യത്തിൽ ഉറപ്പിച്ചു നിർത്താവുന്ന വചനങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ. മരണം, അനന്തജീവനും പരലോകജീവനും, ഖബർ ശിക്ഷ, പരലോകത്തിലുള്ള വിചാരണ, നരകശിക്ഷ, സ്വർഗം കൊണ്ടുള്ള സന്തോഷവാർത്ത പോലുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഖുർആനിലൂടെ. അപ്പോൾ സമൂഹത്തെ എന്തുകൊണ്ട് ശിക്ഷിച്ചു? കുറേ സമൂഹം അക്കാര്യം ശിർക്ക് ചെയ്തവരായിരുന്നു അവർ. പ്രവാചകന്മാരെ വിശ്വാസികൾ എന്തും രക്ഷപ്പെടുത്തി അക്കാര്യങ്ങൾ, ചരിത്ര കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോഴവർക്ക് എന്താവുന്നു? ഈമാൻ കാര്യങ്ങൾ ഹൃദയത്തിലാണ് പതിയും, ദൃഢ ഉണ്ടാകും. ആ പഠിച്ച ഈമാൻ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ദൃഢപ്പെടും. അങ്ങനെ ഈമാൻ വർദ്ധിച്ചു. വസ്ദദ്നാ ബിഹി ഈമാൻ, അത് മുഖേന ഞങ്ങൾ ഈമാൻ വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളാണ് സാഹിബേരിമാർ, ആ ചെറുപ്പക്കാർ പറഞ്ഞത്. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളും ഖുർആൻ പഠിക്കേണ്ടത്. ഖുർആൻ പഠിക്കും വേണം, നിർബന്ധമാണ്. അതാണ് ഇൽമ്. ഖുർആന് അതിൻ്റെ തഫ്സീറായ ഹദീസുകൾ, അതല്ലാതെ മറ്റോ ഇൽമില്ല. പണ്ഡിതന്മാർ തഫ്സീർ എഴുതിയിരിക്കുന്നത് അത് ഖുർആൻ ഹദീസോ തെളിവ് കൊടുത്തുകൊണ്ടുള്ള ഇൽമാണെങ്കിൽ തഫ്സീറായും പഠിക്കാം. അതൊന്നും ഇല്ലെങ്കിൽ അല്ലാഹു അലം എന്ന് എഴുതിയാൽ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. അത് നാം മനസ്സിലാക്കേണ്ടത്. പല പണ്ഡിതന്മാരും 100ഓളം പ്രബലമായ തഫ്സീറുകൾ നിലവിലുണ്ട്. അള്ളാഹിൻ്റെ ഖുർആൻ, മുസ്ലിമയുടെ വിശദീകരണം, ഇതാണ് യഥാർത്ഥ തഫ്സീർ, അതാണ് ഇൽമ്. അതിലുണ്ടോ അത് എന്ത് ചെയ്യണം? അത് നമ്മൾ പഠിച്ചറിയണം, സ്വീകരിക്കണം. അതില്ലാത്തത് വല്ലവരും അവരുടെ അഭിപ്രായപ്രകാരം എഴുതി അവസാനം 5-6 അഭിപ്രായങ്ങൾ ചില തഫ്സീറുകൾ കാണാം ഓരോ ആയത്തുകൾക്ക്. അതുകൊണ്ട് അതിൽ പിന്നെ നമ്മൾ പോയാൽ വഴിച്ചു പോകും. ഖുർആനുണ്ടോ ഹദീസുണ്ടോ? ഒരായത്തിന് തഫ്സീർ, ഒരായത്തിന് ഒരു ഹദീസിന് തഫ്സീർ, ഒരു ഹദീസിന് മറ്റൊരു ഹദീസിന് തഫ്സീർ. ഇങ്ങനെയായിരിക്കും തഫ്സീർ എഴുതേണ്ടത്. എല്ലാ തെളിവുകളൊന്നും ഇല്ലാതെ അങ്ങനെ ആയേക്കാം, ഇതിങ്ങനെ ആയേക്കാം, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാലുണ്ട് കയ്യിലുണ്ട് പറഞ്ഞാൽ അല്ലാഹു അലം അവസാനം എഴുതി കഴിഞ്ഞാൽ അത്തരത്തിൽ തഫ്സീറുകളൊന്നും സ്വീകരിക്കേണ്ടതില്ല. അപ്പോൾ ഖുർആനോ ഹദീസോ ഇത് രണ്ടും അല്ലാത്ത ഇൽമില്ല. താൻ അങ്ങനെ അവർ രണ്ട് കാര്യങ്ങളാണ്. പിന്നെ ഹൈൽ ഹദീ കിതാബ് അല്ലാഹ്, വർത്തമാനം അള്ളാഹുവിൻ്റെ വർത്തമാനം. ഓഹൽ ഹദീ, ചര്യകൾ വെച്ചത് ചര്യ. അവർ ചര്യ, കർമ്മം നമ്മൾ ജീവിതത്തിൽ പ്രാപ്തമാക്കണമെങ്കിൽ വിശ്വാസം ചര്യയിൽ ഉണ്ടാവണം. ഇല്ലാത്തൊരു കാര്യം നല്ലത് നിലയ്ക്ക് നമ്മൾ ജീവിതത്തിൽ പ്രാപ്തമാക്കിയാൽ അതാണ് ബഷറുൽ മതകാര്യം, ബിദ്അത്തായ കാര്യങ്ങൾ. ജന്മദിനം കൊണ്ടാടൽ നിസ്വയം ശരിയില്ലാത്തതാണ്, സാഹിബിനെ പഠിപ്പിക്കാത്തതാണ്. അത് ധാരാളമായ കാര്യങ്ങൾ. മരിച്ച വീടുകളിൽ ഖുർആൻ പാരായണം, മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലൽ, അതേപോലെ തന്നെ നമസ്കാര ശേഷം കയ്യുയർത്തി ഇമാം പ്രാർത്ഥിക്കുന്നു, അമീൻ പറയുന്നു, കയ്യുയർത്തി അമീൻ പറയുന്ന സമ്പ്രദായങ്ങളൊന്നും നിസ്വയം ശരിയിൽ പെടാത്ത കാര്യങ്ങൾ, ധാരാളം അനാചാരങ്ങൾ ഷർഉൽ ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം അനാചാരങ്ങൾ ഉപേക്ഷിക്കാത്ത കാലത്തോളം ആ ഒരു തൗബ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരപ്പെട്ട കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ പ്രാപ്തമാക്കുക. ഇല്ലാതെ പോയാൽ അനാചാരങ്ങളിലൂടെ ശിർക്കിൽ എത്തിപ്പെടും. ശിർക്കിൽ എത്തിപ്പെട്ടാൽ അതാ വിശ്വാസത്തോടു കൂടി മരണപ്പെട്ടു പോകും. അനാചാരങ്ങൾ നല്ലത് നിലക്കാണ് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജന്മദിനം കൊണ്ടാടൽ, മരിച്ചെടുത്ത് ഖുർആൻ പാരായണം ചൊല്ലുന്നത്, മയ്യിത്ത് കൊണ്ടുപോയി ദിക്ർ ചൊല്ലുന്നത്, ഖബറിൽ വട്ടവെള്ളം ചെന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ച് അമീൻ പറയിപ്പിക്കുന്നത്, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്ന് കരുതിക്കൊണ്ടാണ് ജനങ്ങളും ജന്മദിനം കൊണ്ടാടുന്നതൊക്കെ. മുലൂറാത്ത് ബദാത്ത് ജീവിതമൊക്കെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്, കരുതിക്കൊണ്ടാണ് ജനങ്ങൾ സാധാരണക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുജാഹിദീങ്ങൾ ചെയ്യുന്നില്ല, അത് വഹിപ്പിക്കുന്നവരാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്പോൾ ചെയ്തു പോകുന്നതാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ഖുർആൻ ഹദീസ് തെളിവില്ലാതെ സമസ്തക്കാർ അണികളെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അത് ഞങ്ങളാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചവരോട് സഹായം ചോദിച്ചുകൊണ്ട് അവർ നേർച്ചകൾ അർപ്പിച്ചുകൊണ്ട് ശിർക്കിലേക്ക് വിദേഹത്തിലേക്ക് എത്തിപ്പെടുന്ന കർമ്മങ്ങളുമായി അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല കാര്യങ്ങളിൽ നിന്ന് കരുതിക്കൊണ്ട് ചെയ്യുമ്പോഴേ ഒരിക്കലും അത് കേരിച്ച് മടങ്ങൂല. അതാണ് ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട കാര്യം. നമ്മളെ വഴി പിടിക്കുവാൻ
ഒരു മഹാശക്തി നമ്മുടെ മനസ്സിലുണ്ട് എന്ന് ഓർക്കുക. അവൻ എന്ത് ചെയ്യുന്നു? തിന്മയിലേക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കും, നല്ല നല്ല കാര്യങ്ങൾ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ധാരാളമായ വിദ്യാർത്ഥികൾ മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ തോന്നൂല. അത് നല്ലതുകളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോഴെന്ത് ചെയ്യണം? തോപ അല്ലാഹ് സ്വീകരിക്കൂല. തോപ സ്വീകരിച്ചാൽ കാലാന്തരം നരകത്തിൽ വീണോളും, ശരിക്കും എത്തിപ്പെട്ടിക്കോളും. മറ്റുള്ളവർ സഹായം ചെയ്യുന്നു, മഫാദ പ്രവാചകനോട് നേടുന്നതും ഒക്കെ നല്ലതാണ് ചെയ്തെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ എന്നാണല്ലോ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം അത് പ്രകാരം ഇബ്ലീസിൻ്റെ ഇത് മനസ്സിന് നന്നായി കാണിച്ചു കൊടുക്കും. ആ കർമ്മമൊക്കെ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും. അങ്ങനെ അവരെ ഇത് വിട്ടു നിൽക്കൂല. വിട്ടു നിൽക്കാതെ ആ വിശ്വാസത്തോട് മരണപ്പെട്ടു പോയാലോ ഒരിക്കലും അമലുകളൊന്നും അവ സ്വീകരിക്കൂല, തൗബ സ്വീകരിക്കൂല. എങ്കിൽ നമ്മൾ അമലുകളൊന്നും നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ, നമ്മൾ തൗബ അല്ലാഹ് സ്വീകരിക്കാതിരുന്നാൽ നമ്മളെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷമുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി, മരണശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നന്നായി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിക്കുക. അത് തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വിചാരണ രക്ഷപ്പെടാനുള്ള ഒരുക്കങ്ങൾ വരിക. അതാണ് ഒന്നാമതായിട്ട് നാം അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ പ്രധാനമായി ചെയ്യേണ്ടത്. ഈ പരിശുദ്ധ ഖുർആൻ പഠിച്ചറിയാതെ നമ്മൾ പിന്തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് സൂറത്ത് താഹയിലൂടെ അള്ളാഹു തആല പറയുകയുണ്ടായി. അള്ളാഹു നമുക്ക് നൽകുന്ന ഉപദേശങ്ങളല്ല പരിശുദ്ധ ഖുർആൻ, അത് നിയമമാർഗങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് പഠിപ്പിച്ചത്, നിബിചര്യകൾ അത് ജീവിതത്തിൽ പാത്തുമാക്കുക. ഖുർആൻ കൊണ്ട് എങ്ങനെ കർമ്മം ചെയ്യേണ്ടതെന്ന് ഖുർആനിൽ നിന്നല്ല, നമ്മൾ ഖുർആൻ കൊണ്ട് വിശ്വാസമായ ചര്യകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആൻ മാത്രം ഊതി കൽപ്പിച്ചുകൊണ്ട് തിന്മയിലേക്ക് പല പണ്ഡിത പോറ്റുമാരും എന്ത് ചെയ്യുന്നുണ്ട്? പ്രസവം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വസ്അൽ മൻസല്ല, ഉദാഹരണം വസ്അൽ മൻസല്ല എന്ന ആയത്ത് ഓതിക്കൊണ്ട് അത് മരിച്ചവരോട് സഹായം ചോദിക്കാനാണ് ചോദിച്ചോളിയും. ആ ആയത്തെ അവതരിപ്പിച്ച് നിമിസ്വാസമൊക്കെയാണല്ലോ. ആ ആയത്തെ അവതരിപ്പിച്ച നിമിസ്വാസം സാഹിബിന്മാർക്കും മരിച്ചവരോട് സഹായം ചോദിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലേ? അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവരോടേ ചോദിക്കണം. എന്നപോലെ ഓരോ അന്നഹും വൽമു എന്ന ആയത്ത് ഓതിക്കൊണ്ട് നിമിസ്വാസമയോട് പാപം നേടുവാൻ വേണ്ടി സ്വലാത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ആയത്ത് അവതരിപ്പിച്ച നിമിസ്വാസമൊക്കെയാണ്. ആ ആയത്തെ അവതരിപ്പിച്ചപ്പോൾ നിമിസ്വാസം സാഹിബിന്മാരോട് സാഹിബന്മാർ പഠിപ്പിച്ചു കൊടുത്തോ വിശ്വാസമുള്ള പാപം നേടാൻ? അല്ലെങ്കിൽ അതിന് ഇസ്ലാം മുതൽ നബി സ്വല്ലല്ലാഹു മുമ്പ് എത്രയോ പ്രവാചകന്മാർ വഫാത്തായി പോയിട്ടുണ്ട്. അവരോടൊക്കെ തന്നെ പാപം നേടാനോ രക്ഷ ചോദിക്കാനോ അവർക്ക് നേർച്ച കൽപ്പിക്കാനോ ഈശ്വരൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല, പഠിപ്പിക്കുകയുമില്ല. അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ആയത്ത് മാത്രം ഓതി കൽപ്പിച്ചുകൊണ്ട് ഹദീസുകൾ വിശരികൾ ഓതി കേൾപ്പിക്കാതെ ജനങ്ങൾ വഴിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭൂരിപക്ഷ സമൂഹമാണ്. ഇതിൻ്റെ കൂടെയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വാധീനമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് അവരാരും നമ്മളെന്തല്ല രക്ഷപ്പെടുത്താൻ സാധിക്കുന്നവരല്ല. ആർക്കും നമ്മളെ രക്ഷപ്പെടാൻ സാധ്യമല്ല. പ്രവാചക ചര്യ പിൻപറ്റി ജീവിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പഠിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അത് തഫ്സീറായ ചര്യകൾ ജീവിതത്തിൽ പാത്തുമാക്കിയെങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. എല്ലാ സമുദായത്തിനും ഒരു നിയമമാർഗം അല്ലാഹു തആല ഇറക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നിയമമാർഗ്ഗമാണ് പരിശുദ്ധ ഖുർആൻ. നിയമമാണ് ഉള്ളത്, കർമ്മമാർഗം അല്ല പരിശുദ്ധ ഖുർആൻ. അത് മനസ്സിലാക്കുക. നിയമമാർഗം, നിയമങ്ങളാണുള്ളത്. സത്യാസത്യ വിവേചനങ്ങൾ, ഉപദേശങ്ങൾ, ചരിത്ര സംഭവങ്ങളാണ് ഖുർആനിലുള്ളത്. അതിനനുസരിച്ച് എപ്രകാരമാണോ അമൽ ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നബി സാഹിബ് ജീവിച്ച മാർഗം അത് നബിചര്യയിലാണുള്ളത്. അത് പ്രകാരമാണ് അമൽ ചെയ്യേണ്ടത്. രണ്ടായി നാം മനസ്സിലാക്കണം. ഒന്ന് നബിചര്യ, അത് കർമ്മങ്ങൾ ചെയ്യാൻ, വിശ്വാസപരമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആനും ഹദീസും പഠിച്ചറിയാതിരുന്നാൽ നമ്മളെ പരലോകം നഷ്ടപ്പെട്ടു പോകും. സൂറത്ത് താഹിൽ അല്ലാഹു തആല പറഞ്ഞു, ഒമൻ ആറാണ് ദിക്രി, എൻ്റെ ഉത്ബോധനത്തിട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ പരിശുദ്ധ ഖുർആനിനെ തിരിഞ്ഞു കളയാം. അള്ളാഹുവിൻ്റെ ഉത്ബോധനം അതാണല്ലോ. ഫൈനൽ മാഷൻ തങ്ക, അവനൊരു ഇടുങ്ങിയ ജീവിതമായിരിക്കും ഉണ്ടാവുക. വൻഹശറു നമ്മൾ ഖിയാമത്ത് നാളിൽ അവൻ കണ്ണിന് കാഴ്ചയില്ലാത്തവനായി ഉയർത്തിൽപ്പിക്കപ്പെടും. അവർ ചോദിക്കും, ആ കണ്ണിന് കാഴ്ചയില്ലാത്ത റബ്ബി ലിമ ഹശർതനാ അമാ, എന്തുകൊണ്ടാണ് റബ്ബേ എന്നെ കണ്ണിന് കാഴ്ചയില്ലാത്ത ഉയർത്തിൽപ്പിച്ചത്? അതുകൊണ്ടും ബസീറ, ഞാൻ കണ്ണിന് കാഴ്ച ഉള്ളവനായിരുന്നല്ലോ.
കാല അള്ളാഹു തആല മറുപടി പറയും, അതൊക്കെ ആയാത്തിന നസീതഹ യൗമ തുൻസ, എൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് വന്നെത്തി, നീ ഞാൻ വിസ്മരിച്ചു, നിന്നെ ഞാനും വിസ്മരിക്കപ്പെട്ടു. നീ എന്നെ മറന്നു, ഞാൻ എന്നെ മറന്നു. കണ്ണിന് കാഴ്ച ഇല്ലാത്തവരായി ഉത്തേജിപ്പിച്ചിട്ടാൽ നരകത്തിലേക്ക് കൂട്ടമായി തള്ളപ്പെടുകയാണ് ഉണ്ടാവുക. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വായിച്ചു പഠിക്കുക എന്നും പറഞ്ഞാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വായിച്ചു പഠിച്ചിട്ടില്ലെങ്കിൽ, തിരിഞ്ഞു കളഞ്ഞാൽ കണ്ണിന് കാഴ്ച ഇല്ലാത്തവർ എഴുത്തിൽപ്പെടും, അങ്ങനെ നരകത്തിലേക്ക് തള്ളപ്പെടും. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് മനഃശേഷമുള്ള ആ ഒരുക്കങ്ങൾക്ക് ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ എന്ന് അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പഠിപ്പിച്ചു തന്നല്ലോ. അപ്പം മരിച്ചതിന് ശേഷം നമുക്കുള്ള ഒരിക്കലും പ്രധാനമായത് ഒന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കുക. അത് തഫ്സീർ ചരിത്രം പഠിച്ചറിയുക. നബി സാഹിബിനെ ഏൽപ്പിച്ച മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പാർത്ഥമാക്കി ജീവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിൽ പെടാത്ത കാര്യങ്ങൾ വിദ്യാർത്ഥികളാണ്, അത് വിട്ടു നിൽക്കുക. അങ്ങനെ ജീവിച്ചു മരിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. അതാണ് മരണശേഷം ഒരുക്കങ്ങളിലേക്ക് ഒന്നാമതായും ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത്തരം പറഞ്ഞ ചുരുക്കം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ ജീവിതത്തിൽ പാർത്ഥമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റി മുത്തബ റസൂലായി ജീവിച്ചു മരിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് മാറട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. انت المستعان عليك البلاغ لا حول ولا قوه الا بالله. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الجنة الفردوس ونستجيرك من النار. اللهم إنا نسألك الجنة الفردوس ونستجيرك من النار. اللهم إنا نسألك الجنة الفردوس ونستجيرك من النار. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.